കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ സപ്താഹത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ മഹാക്ഷേത്രങ്ങളിലാവുമ്പോൾ ഒക്കെ മഹാത്മാക്കള് പലരും യാദൃച്ഛികമായിട്ടും വരും, പിന്നെ അറിഞ്ഞിട്ടും വരും. ഇങ്ങനെ എന്തായാലും ഇതുവരെ വന്ന എല്ലാ സപ്താഹത്തിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. കൃഷ്ണനാണെങ്കിൽ പിന്നെ ഒരുവിധം സപ്താഹത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമാണ് സത്സംഗം എന്ന് പറയുന്നത്. തുലയാമലവേനാഭി എന്താ പറയാ, മറ്റൊന്നുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ വയ്യാത്ത ഒന്നാണ് സത്സംഗം. സത്സംഗ ശൈവധ്യം. അത് ഒരു നിമിഷമെങ്കിലും കിട്ടിയ അത്രയും ഭാഗ്യമാണ്. ക്ഷേത്രങ്ങൾക്ക് ഒക്കെ അറിയുണ്ടാവും. എന്നിരുന്നാലും വളരെ മഹാത്മാവായിട്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പ്രൊഫസർ ശീലവള്ളി കേശവൻ നമ്പൂതിരി. ഭാഗവതത്തെ അത്രയും ആഴത്തിൽ അറിഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന, അതൊരു സാധനയായി തപസ്സായിട്ട് എടുത്തിരുന്ന മഹാത്മാക്കളാണ് പാലേരി, ശീലവള്ളി അവരൊക്കെ. ആ ഒരു പരമ്പരയിൽ അവരുടെ കൂടെ നടന്നിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ എന്താ പറയാ, കൂട്ടിത്തൊടുക എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ഇവരെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അവരെയും തൊട്ടതുപോലെയും കേട്ടതുപോലെയൊക്കെ ആണല്ലോ. അങ്ങനെ ഒരു ഭാഗ്യമാണ് നമുക്കൊക്കെ. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമായി അദ്ദേഹത്തെ കാണാനും കേൾക്കാനും. നിങ്ങൾക്ക് സുപരിചിതനാണ്, ഞങ്ങൾക്ക് അത്രയല്ലല്ലോ. നിങ്ങൾക്ക് പലർക്കും ഇവിടെ ഉള്ള ആളുകൾക്കത് എന്താ പറയാ, എപ്പോഴും ഉള്ള അടുത്തുള്ള ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു മധുരമുണ്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴായാലും സാധിക്കുമ്പോഴൊക്കെ അവിടെ പോയി കാണാറുണ്ട്. മാത്രമല്ല സമഗ്രമായ ഒരു ദർശനം. പഞ്ചമസ്കന്ധത്തെ ഇങ്ങനെ കഷ്ടി ഒരു 50 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സമഗ്രമായ ഒരു കാഴ്ച പഞ്ചമസ്കന്ധം 1-ാം അധ്യായം തൊട്ടിട്ട് ഒരു ഭാഗം വിട്ടിട്ടില്ല എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് ആൾക്കാരൊക്കെ ഈ ഋഷഭോപദേശത്തിന്റെ കഥയും അത് കഴിഞ്ഞ് ഭരത ഉപദേശത്തിന്റെ കഥയും രണ്ടും കൂടിയൊക്കെ പറയുക. മറ്റത് സാധാരണ അധികം ആൾക്കാർ അത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാകും. ഇത് എല്ലാം പറയുക, എന്നിട്ടോ സമയത്തിൽ നടത്തുക. ഒക്കെ പാരമ്പര്യത്തിന്റെ പക്വതയാണ് അതിൽ പറയാം. എന്തായാലും അത് നമുക്ക് ഒരു ഭാഗ്യം. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരമാണല്ലോ, കൂടുതൽ കേൾക്കുമ്പോഴാണല്ലോ. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ബലപുരകൃഷ്ണ ശരണം, ശ്രീവല്ലഭ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണന്റെ പാദാരവിന്ദങ്ങൾ നമസ്കരിച്ച്, ആചാര്യന്മാരെ വന്ദിച്ച്, സജ്ജനങ്ങളെ നമസ്കരിച്ച്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇപ്പം സുഖമില്ല. എന്നാലും 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മുമ്പില് ഇവിടെ കുറെ പറഞ്ഞിട്ടുണ്ട്. പറയാനൊരു സന്തോഷം. അതുകൊണ്ട് എന്തെങ്കിലും ഞാനിവിടെ പറയാവുന്ന കാര്യമാണ്. പഞ്ചമസ്കന്ധത്തിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ പഞ്ചമസ്കന്ധത്തെ ഒന്ന് ഓടിച്ച് ഇങ്ങനെ പോകാൻ നമുക്ക് ശ്രീമദ് ഭാഗവതം നമ്മളിപ്പോ കുറെ 10-400 പ്രാവശ്യമായിട്ട് സപ്താഹമായിട്ട് നടക്കുകയാണ്. ഇതുപോലെ മറ്റൊരിടത്തും നടന്ന കാര്യമില്ല. ഒരു പക്ഷേ ഗിന്നസ് ബുക്കിലൊക്കെ വരേണ്ട കാര്യങ്ങളാണ്. ഭാഗവതം എന്തിനാണ് നമ്മൾ കേൾക്കുന്നതെന്ന് ആലോചിക്കാൻ സത്യത്തിലില്ലേ? ശ്രീമദ് ഭാഗവതം എന്തിനാണ് എഴുതപ്പെട്ടത്? അത് പരീക്ഷത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് പറഞ്ഞില്ലേ, പരീക്ഷത്തിന് 7 ദിവസത്തെ ആയുസുള്ളൂ. അതുകൊണ്ട് ശിവപ്രമർഷിയോട് പറഞ്ഞു വിഷമിക്കണ്ട, അങ്ങ് ഖഡ്വാങ്ങനെ ഒരു മുഹൂർത്തം കൊണ്ട് മോക്ഷം കിട്ടിയെങ്കിൽ അങ്ങേക്ക് ഞാൻ പരമപദം കാണിച്ചു തരുമെന്നാ പറഞ്ഞത്. അതുപോലെ ഉണ്ടായത്. അപ്പം പറഞ്ഞപ്പോ സപ്താഹേന ശ്രുതം ചെയ്തതെന്ന് പറഞ്ഞു. 7 ദിവസം കൊണ്ട് കേട്ടാൽ വളരെ വിശേഷമാണെന്ന് പറഞ്ഞു.
പിന്നെ എന്താണ് ഭാഗവതത്തെ പോലെ മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് പറഞ്ഞു. എന്തിനാണ്? ഏതസ്മാത് അപരങ്കിഞ്ചിൽ മനഃശുദ്ധ്യൈ നവിദ്യത. മനസ്സ് ശുദ്ധമാകാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊരു ഗ്രന്ഥമില്ല എന്ന് മഹാത്മജി പറഞ്ഞു. പക്ഷെ ഇത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. എന്താണ്? ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേ. ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടുകയുള്ളൂ. ഏതായാലും അത് കഴിഞ്ഞിട്ടാണ് ചോദ്യം. സൗരകാദി ഋഷീശ്വരന്മാരും സൂര്യനും തമ്മിലുള്ള ചോദ്യം. ആ ചോദ്യം ഇവിടെ വെച്ചാണ് നൈമിഷാരണത്തിൽ വെച്ച്. നൈമിഷാരണം എന്ന് വെച്ചാൽ എന്താണ്? നേമി എത്ര ശീര്യതേ ഇത് നൈമിഷം. കലികാലത്തെ കലിബാധ ഏൽക്കാതിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ബ്രഹ്മാവിനോട് ഋഷീശ്വരന്മാര്. ബ്രഹ്മാവ് പറഞ്ഞിട്ട് ഒരു ചാട് ഉരുട്ടി കൊടുത്തു. ഈ ചാട് എവിടെ ചെന്ന് ഉടയുന്നോ അവിടെ ഇരുന്ന് തപസ് ചെയ്തോളാൻ പറഞ്ഞു എന്നാണ്. ആ ചാടി ചെന്ന് ഉടഞ്ഞ സ്ഥലമാണ് നേമി എത്ര ശീര്യതേ ഇത് നൈമിഷം. അതാണ് നൈമിഷാരണ്യം. കാടായതുകൊണ്ട് നൈമിഷാരണ്യം. അപ്പൊ ഇത് നമ്മള് പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുരാണങ്ങളെല്ലാം ആധ്യാത്മിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഗ്രന്ഥങ്ങളാണ്. കഥകളല്ല, വെറും കഥകളല്ല. അപ്പൊ അതിനകത്ത് പല അർത്ഥങ്ങൾ. ഭൗതികമായിട്ടൊരു അർത്ഥം കാണും, അതിന്റെ ദൈവികമായിട്ടൊരു അർത്ഥം കാണും, ആധ്യാത്മികമായിട്ടൊരു അർത്ഥം കാണും. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചെന്നാൽ നൈമിഷ അനിമിഷ ക്ഷേത്രം എന്നാ പറയാം. അപ്പോ കാലത്തിന്റെ ഒന്നും ബന്ധമില്ലാത്ത ഒരു സ്ഥലമാണത് നൈമിഷാരണ്യം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് എന്നാൽ നമുക്ക് മനസ്സിലാകും. കാരണം ഭാഗവതത്തിൽ തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സാണ് ഒരു സംസാര ചക്രം പരിവർത്തയൽ എന്ന് വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സാകുന്ന ആ ചക്രമാണ് നമ്മളെ സംസാരത്തിട്ട് വരയ്ക്കുന്നതെന്നാണ്. അപ്പോ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 6 ഇലയുണ്ടെന്നാണ് പറയുന്നത്. ഒരു ചക്രമാണ്. ഏതാണ്? കാമക്രോധ ലോഹ മോഹ മതമാത്സര്യങ്ങളാകുന്ന 6 ചക്രങ്ങൾ ഇലയോടുകൂടിയ. ഇവിടെ പണ്ട് വെള്ളം വറ്റിക്കാൻ എടുക്കുന്ന ചക്രവും പത്താഴവും ഒക്കെ ഉണ്ട്. അതിലെ ചക്രത്തിന്റെ ഇലകളാണ്. അപ്പൊ ഒരു ഇല ചവിട്ടി താത്തു കഴിഞ്ഞാൽ അടുത്ത ഇല വരികയായി. ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരിക്കലും ഒരു സ്റ്റോപ്പില്ല. എവിടെയാണോ ഈ ഇലകളെല്ലാം ഒരുപോലെ നിൽക്കുന്നത്, മനസ്സ് ശുദ്ധമാകുന്നത്, അവിടെ കരിവാഹയില്ല. ഇതാണ് അതിന്റെ ആധ്യാത്മികമായിട്ടുള്ള തത്വം. ഇപ്പൊ നമ്മള് ഭഗവതം കേൾക്കുമ്പോൾ ഈ ഒരു ധാരണ മനസ്സിൽ വേണം. മനസ്സ് ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കുക. കഥകളെല്ലാം അതിനുവേണ്ടി പറയുന്നതാണ്. ഇനിയിപ്പോ നമ്മള് പഞ്ചമസ്കന്ധത്തിലൂടെ കിടക്കാം. ആ കിടക്കുമ്പോഴ് പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ഒരു ശ്രോതാവിന്റെയും വക്താവിന്റെയും ഒക്കെ ഗുണമാണെന്ന് പറഞ്ഞു. അല്ലെ ഒരു ഉപോദ്ഘാതം എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ 2ാമത്തെ സ്കന്ധത്തിൽ തന്നെ ശ്രീശുവൻ ഭാഗവതം മുഴുവൻ സംഗ്രഹിച്ച് പറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് പിന്നെ വരിക. ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് പിന്നെ അതിനെ വിശദീകരിക്കുകയാണ് ഭാഗവതം ചെയ്യുക എല്ലായിടത്തും. അങ്ങനെ സർഗം സ്ഥാനം പോഷണം എന്നുള്ള രീതിയിൽ 10 ലക്ഷണങ്ങൾ പറഞ്ഞു. 10 സ്കന്ധങ്ങള്. സർഗം പറഞ്ഞു, വിസർഗം പറഞ്ഞു. 5ാം സ്കന്ധത്തിന്റെ ലക്ഷണം സ്ഥാനം. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ആവാസസ്ഥാനമാണ്. ഈശാവാസ്യ വിധം വിശ്വം. ഭഗവാൻ അല്ലാതെ മറ്റൊരു വസ്തുവും ഈ പ്രപഞ്ചത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ മനസ്സിലാക്കുന്നത്? നമ്മൾ ഇവിടുന്ന് മനസ്സിലായെങ്കിലേ നമ്മൾ ആരാണെന്ന് അറിയുകയാണ് വേണ്ടത് ആദ്യം. ഏതായാലും ഈ അധ്യാത്മജ്ഞാനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ അവനവൻ ആരാണെന്നറിയുകയാണ്. അതിനാദ്യം നമ്മൾ എവിടുന്ന് വന്നു എന്നറിയണം. അതിനാണ് സൃഷ്ടിയെ പറ്റിയും വിസർഗത്തെ പറ്റിയും ഒക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ എവിടെയാണ് ഈ കഴിയുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് എന്ന് ആലോചിക്കണം. ആലോചിക്കുമ്പോൾ നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ ഇപ്പൊ പറഞ്ഞ് നിർത്തിയ ആ ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. ശ്രുത്വാ സ്ഥൂലം. സ്ഥൂലമായിരിക്കുന്ന ഈ ഭഗവാന്റെ ആ രൂപം കേട്ട് അതിൽ നിന്ന് മനസ്സുറയ്ക്കും. അതിൽ നിന്ന് നമ്മൾ സൂക്ഷ്മമായ ഭഗവത് തത്വത്തിലേക്ക് പതുക്കെ നമ്മുടെ മനസ്സിനെ ബുദ്ധി കൊണ്ട് നയിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ നിർത്തിയത് പഞ്ചസ്കന്ധം. നമ്മളിപ്പോ കഥ പറയുമ്പോ ഓരോ വംശചരിത്രമൊക്കെ പറഞ്ഞു. മനുവിന്റെ വംശം പറഞ്ഞു. മനുവിന് 5 കുട്ടികളായിരുന്നു. ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന് പറയുന്ന 3 പെൺകുട്ടികള്, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന് പറയുന്ന 2 പുത്രന്മാര്. അതില് ഉത്താനപാദ മഹാരാജാവിന്റെ കഥ
ആദ്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വശമൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ സുഖേതുവും സുശീലിതവും ഒക്കെ കേട്ടതിലാണ്. പിന്നെ പറയാനുള്ളത് ഈ മൂത്തപുത്രനായിരിക്കുന്ന പ്രിയവ്രതന്റെ കാര്യം. അങ്ങനെയാണ് മൂത്തപുത്രന്റെ കാര്യമല്ലേ ആദ്യം പറയേണ്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വംശമൊന്നും പറയാനില്ലായിരുന്നു ആദ്യം. കാരണം അദ്ദേഹം തപസ് ചെയ്യാൻ പോയിന്നാണ്. നാരദന്റെ അടുക്കൽ ഉപദേശമൊക്കെ മേടിച്ച് അദ്ദേഹം തപസ് ചെയ്യാൻ പോയി. മൃഗം മനുവിന് വലിയ വിഷമമായി. പുത്രനുണ്ടായാല് രസ്ഥാശ്രമമൊക്കെ സ്വീകരിക്കണം, പിന്നെ രാജ്യം ഭരിക്കണം, ഇതൊക്കെ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അതൊന്നും നടന്നില്ലല്ലോ എന്നുള്ള വലിയ പ്രയാസമായി. ബ്രഹ്മാവിന്റെ അടുക്ക് ചെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഇവിടെ വന്ന് പറഞ്ഞു, അങ്ങനെ നീ ഇപ്പൊ ഇങ്ങനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കില്ല എന്നൊന്നും വിചാരിച്ചിരുന്ന കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളാണ്. മൂക്കേറിട്ട ആളുകളെ പോലാണ് നമ്മുടെ സ്ഥിതി. അതിനെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഭഗവാൻ. ആ ഭഗവാനല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയല്ല, ഇനിയിപ്പം നീ അങ്ങോട്ട് തപസ് ചെയ്യാനാന്ന് പറഞ്ഞ് കാട്ടിച്ചെന്നിരുന്നു എന്ന് വിചാരിച്ച ആ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലെന്നാ പറഞ്ഞു. എന്താണെന്ന് അറിയാമോ, കാട്ടിച്ചെന്നിരുന്ന വിശ്വാമിത്രൻ അവിടെ നിന്ന് പിന്നെ വന്ന് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച കാര്യം നമുക്കറിയാം. 10,000 വർഷം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്ത സൗരവംശി ഒരു മത്സ്യത്തിന്റെ കുടുംബസംഗമം കണ്ടപ്പോൾ അതിന്റെ കൂടെ പോയ രസം നമുക്കറിയാം. ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും പോയിരുന്നതുകൊണ്ട് കാര്യമല്ല. പിന്നെ ആരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ സപത്നാൻ വിജയേഷമാണോ ഗൃഹേഷു നിർവ്യശ്യ യഥേതപൂർവം അത്യേതി ദുർഗാശ്രിതൗർജിതാരിൻ ക്ഷീണേഷു കാമം വിചരേൽ വിവസ്ഥിൽ. അപ്പോ നമുക്ക് ഈ ശത്രുക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ശത്രുക്കളിലൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ആ ശത്രുക്കളെ ജയിച്ചാൽ നമുക്ക് ഗ്രഹത്തിൽ തന്നെ ഇരുന്നാലും വാനപ്രസ്ഥനോ സന്യാസിയോ ഒക്കെ ആകാം. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് വേറെ എവിടെങ്ങും പോയിട്ടൊന്നും ആകത്തുമില്ല. അതുകൊണ്ട് നീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം കുറച്ച് അറിവുള്ള ആളാണല്ലോ പ്രിയവ്രതൻ. അതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചെന്നും അതിൽ കുട്ടികളുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അഗ്നിഹൻ മുതലായ 10 കുട്ടികൾ, അതില് 7 കുട്ടികൾ സന്യസിക്കാൻ പോയിന്നാണ്. ഒരു മകളുണ്ടായി ഊർജസ്വതി. ആ മകളെ ശുക്രൻ വിവാഹം കഴിച്ചോളൂ. അവിടുത്തിലാണ് ദേവയാനി ഉണ്ടായെന്ന് സൂചിപ്പിച്ചു എന്നാണ്. പിന്നെയും മനു വിവാഹം കഴിച്ചതില് കുട്ടികൾ ഉണ്ടായി എന്നാണ്. അന്യശ്യാമവിജായ ത്രയപുത്ര 3 പുത്രന്മാരുണ്ടായി. ഉത്തമൻ, താമസൻ, രൈവതൻ. ഇവര് മന്വന്തരാധിപതികളായിട്ട് തീർന്നതാണ്. മന്വന്തരാധിപതി നമ്മൾ മന്വന്തരം പറയുമ്പോൾ അതൊക്കെ പറയും. അങ്ങനെ പിന്നെ പുത്രന്മാരുടെ കഥ പറഞ്ഞു. കൂടുതൽ അങ്ങനെ ഒരുപാട് ദീക്ഷിപ്പിക്കുന്നില്ല ഈ പയ്യനായതുകൊണ്ട്. അഗ്നീത്രന്റെ കഥ പറഞ്ഞു. അഗ്നീത്രൻ ഒരു ശകലം ആസക്തി കൂടുതലുള്ള ആളാരെന്നും അറിയില്ല. ഏതായാലും അദ്ദേഹം അപ്സരസുകളുമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു പോയിന്നാണ്. അത് വേണ്ടെന്ന് വിചാരിച്ച ബ്രഹ്മാവ് പൂർവ്വജിത്തിയെ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഒരു വൈശാലി സിനിമയിൽ പറയുന്ന പോലൊക്കെ അഭിനയിച്ചു എന്നാണ് പറയുക. ഏതായാലും അതിൽ കുറെ കുട്ടികളുണ്ടായി. നാഭിദേവനാണ് മകൻ. ആ നാഭിക്ക് കുട്ടികൾ പിന്നെ കഥയാ പറയുന്നത്. നാഭിദേവന് പുത്രന്മാരൊന്നും ആയില്ല. ഋത്തിക്ക് ഒരു യാഗം നടത്തിയെന്നാണ്. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഭഗവാനോട് ഇവര് പറഞ്ഞു, നാഭിയൊന്നും പറഞ്ഞില്ല, ഋത്തിക്കുകൾ പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് അങ്ങേ പോലെ ഒരു മകൻ ഉണ്ടാകണം. ഭഗവാൻ പറഞ്ഞത് നടക്കുന്ന കാര്യമാണ്. നിരസ്ത സാമ്യാതിശയേന രാധസ. സാമ്യവും അതിശയവും ഇല്ലാത്ത ആളാണ് ഭഗവാൻ. സാമ്യം ഒന്നും പറയാനൊക്കെയല്ല. സാമ്യം പറയാനെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം വേണം, ഇല്ലേ? ഈ തൂണിനേക്കാൾ ശകലം കൂടെ പൊക്കമുണ്ട് ആ തൂണെന്ന് പറയണമെങ്കിൽ പൊക്കം എന്ന് പറയുന്ന ഒരു ഗുണം വേണം. ഈ കുട്ടിയേക്കാൾ ശകലം കൂടെ വെളുത്തതാ മറ്റേ കുട്ടി എന്ന് പറയണമെങ്കിൽ വെളുപ്പ്, നിറം എന്ന് പറയുന്ന ഗുണം വേണം. പിന്നെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിലേ നമുക്ക് സാമ്യവും ഒക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സാമ്യവും ഇല്ല അതിശയവും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് എന്നെ പോലൊരു കുട്ടി ഉണ്ടാകുക? നിങ്ങളുടെ വാക്ക് തെറ്റാൻ പറ്റില്ല. കാരണം ബ്രാഹ്മണോസ്യ മുഖമാസിൽ എന്നാ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മകനായിട്ട് ജനിക്കും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ മേരുദേവിയിൽ ഭഗവാൻ ജനിച്ചു.
അപ്പോ ശ്രേഷ്ഠനായതുകൊണ്ട് അദ്ദേഹത്തിന് ഋഷഭൻ എന്ന് പേരിട്ടു. ഋഷഭൻ എന്ന് പേരിട്ടുന്നു. ആ ഋഷഭന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. തന്നെയല്ല, നമ്മള് ഭാഗവതത്തിലെ ഓരോ അധ്യായം കഴിയുമ്പോഴും പരമഹംസ സംഹിതായ എന്ന് പറയും. പരമഹംസ ചര്യ കാണിച്ചു തന്ന ഒരു അവതാരമാണ് ഋഷഭദേവൻ. അദ്ദേഹം ഉണ്ടായി കഴിഞ്ഞപ്പോ ഇന്ദ്രന് തോന്നി ഇയാള് വലിയ പ്രയാസക്കാരനായിരിക്കും. ഇന്ദ്രൻ എപ്പോഴും ഒരു ഭാവമുണ്ട്, എന്താണ്, തന്റെ സ്ഥാനം പോകുമോ എന്നൊരു ഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് മഴ പെയ്യിക്കായിരുന്നു. ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്യിക്കായിരുന്നു. ഭഗവാനാണ് ഋഷഭദേവൻ. ഋഷഭദേവന്റെ ഒരു പുഞ്ചിരി കൊണ്ട് മഴ പെയ്തുന്നത്. ഇന്ദ്രൻ തോറ്റു, താഴെ ഇറങ്ങി വന്നു. തന്റെ മകളായിരിക്കുന്ന ജയന്തിയെ ഋഷഭദേവനെ വിവാഹം കഴിച്ചു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കഥയൊക്കെ പറയുമ്പം നമ്മൾ അതുകൊണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകണം. കാരണം ഇതൊരു ആധ്യാത്മിക ഗ്രന്ഥമാണെന്ന് പറഞ്ഞില്ലേ. ഇതിലൊക്കെ പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കഥ ലൗകികമായിട്ട് പറഞ്ഞിരിക്കുന്നു, വിഷയം ആധ്യാത്മികമാണ്. അപ്പൊ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ ഉപദ്രവമൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ നമ്മുടെ കഥയിൽ. പക്ഷെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു പ്രതീകമാണ്. ദേവ ഇന്ദ്രിയങ്ങളാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ദ്രിയങ്ങളാണ്. ദേവേന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ നമ്മുടെ കഥകൾ തന്നെയാണ് ഇവ പറയുന്നത് ഓരോ രൂപത്തില്, നമ്മുടെ ഓരോരുത്തരുടെയും കഥകളാണ്. എന്തായാലും ആ ഋഷഭദേവന് ജയന്തിയിൽ 100 മക്കളുണ്ടായി. അതിൽ മൂത്തയാള് ഭരതൻ എന്ന പേര്. ആ ഭരതൻ ഭരിച്ചത് കൊണ്ട് നമ്മളെ ഈ ജംബൂദ്വീപത്തിൽ അജനാഹം എന്ന് പേരുണ്ടായിരുന്ന ഈ ഭൂഖണ്ഡത്തിന് ഭാരതം എന്ന് പേര് വന്നതാണ്. ഏതായാലും 9 പേര്, അടുത്ത 9 പേര് നവയോഗികളായിട്ട് തീർന്നു. അവരെ കവർ, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായന, ആവിർഹോത്രോദ, നിർമ്മിത, ചമസ, കരഭാജന എന്നുള്ള 9 പേര്. അവരുടെ കഥ നമ്മൾ പിന്നെ കേൾക്കും എന്ന് പറഞ്ഞു. 9 പേര് ജ്യേഷ്ഠനെ സഹായിക്കാൻ രാജഭരണത്തിൽ കൂടിയതാണ്. അപ്പൊ 9, 18, 19, പിന്നെ പോയിട്ട് 81 പേരുണ്ട്. ആ 81 പേര് വേദം പഠിച്ച് ശ്രോത്രിയരായ ബ്രാഹ്മണരായിട്ട് തീർന്നുണ്ട്. അപ്പൊ ജന്മം കൊണ്ടല്ല പണ്ട് ബ്രാഹ്മണത്വം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പായി. കാരണം വർണ്ണം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണാണ്. അപ്പോ ആ ജനിക്കുമ്പോഴെല്ലാവരും ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണ ജായതേ ദ്വിജ, വേദപാരംഗതോ വിപ്ര, ബ്രഹ്മജ്ഞാനേരി ബ്രാഹ്മണ. അപ്പൊ എല്ലാവരും ഉണ്ടാകുമ്പോഴെല്ലാവരും ഒരേ വർണ്ണത്തിലാണ്. നമ്മള് ഉപനയനം അല്ലെങ്കിൽ ദ്വിജ, 2ാമത്തെ ജന്മമാണ്. ദ്വിജം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നൊരക്ഷമാണ്, ഇല്ലേ? മുട്ടയായിട്ടുണ്ടായിട്ട് പിന്നെ അത് വിരിഞ്ഞുണ്ടാകുന്നതുകൊണ്ട് ആ ദ്വിജം എന്ന് അതിന് പറയാം. അങ്ങനെ ഉപനയനം കഴിയുമ്പോ അങ്ങനെ ദ്വിജനാകും. വേദമൊക്കെ പഠിച്ചു കഴിയുമ്പം വിപ്രനാകും. ബ്രഹ്മജ്ഞാനം കിട്ടുമ്പോഴേ സത്യത്തിൽ ബ്രാഹ്മണനാകും. ഏതായാലും ആ 81 പേരെ ബ്രാഹ്മണരായിട്ട് തീർന്നു. പിന്നെ പറഞ്ഞത് ഋഷഭദേവന്റെ കഥയാണ്. അദ്ദേഹം രാജ്യമൊക്കെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ രാജ്യഭാരം മോശമാണെന്ന് ചോദിച്ചതല്ല, കാരണം ഭഗവാൻ തന്നെയാണ്. തന്റെ മക്കളെല്ലാം വിളിച്ചിരുത്തി ഋഷഭദേവൻ ഒരു ഉപദേശം കൊടുക്കുന്നതാണ്. നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ വളരെ പ്രയാസമുള്ളതാണ് എന്നാണ്. ദുർലഭം ത്രയം ഏവൈതൽ ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ എന്ന് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു. ആദ്യത്തെ ശ്ലോകമാണ്. ഇപ്പൊ നമുക്ക് എത്രയോ ജന്മം, ഓരോ ഇതിൽ 4 അണ്ടജം, ജരാജം, സേനം, പുൽഭുജം എന്ന് പറയുന്ന 4 രൂപത്തിലാണ് സൃഷ്ടികളെങ്കിൽ അതിലെല്ലാം 21 ലക്ഷം വീതം ജന്മം എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നാണ് പറയുക. ഇപ്പൊ 84 ലക്ഷം ജന്മം എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടുന്നത് അത് ഈശ്വരന്റെ അനുഗ്രഹം. അങ്ങനെ ഒരു ജന്മം കിട്ടിയാല് എന്താണ് വേണ്ടത്? നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുകയാണ് വേണ്ടത്. അത് വേണം. എനിക്ക് മോക്ഷം കിട്ടണം എന്നൊരു തോന്നലുണ്ടാകുന്നത് അത് ഈശ്വരാനുഗ്രഹം. അതിന് മോക്ഷം കിട്ടണമെന്ന് തോന്നിയാൽ പോരല്ലോ, അത് നമുക്ക് അതിന് വഴി കാണിച്ചു തരാൻ ഒരാൾ വേണ്ടേ. ഈ മഹാപുരുഷ സംശ്രയം,
ഒരു ഒരു ഗുരുവിനെ കിട്ടണ്ടേ, അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, നായം ദേഹോ ദേഹവാജാം നിർലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഭുജാമ്യേ തപോ ദിവ്യം മുക്തകായേന സത്വം ശുദ്ധിയൽ യസ്മാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം. എന്തിനാണ് നമ്മൾ ഈ മനുഷ്യനെ കിട്ടിയാൽ നമ്മൾ ശ്രമിക്കേണ്ടത്? അനന്തമായിരിക്കുന്ന ആ സുഖം നേടാനാണ്. 4 കാര്യങ്ങള് ഏതൊരു പ്രാണിക്കും, മലത്തിൽ കിടക്കുന്ന മുഴുവനും ഡള്ളപ്പത്തെ കിടക്കുന്ന മനുഷ്യർക്കും എല്ലാം ഒരേപോലെ ഉള്ളതാണ്. എന്താണ്? എന്തെങ്കിലും ആഹാരം കഴിക്കണം എന്നുള്ളത് എല്ലാവരുടെയും കാര്യമാണ്. അത് വെളിയോട്ട് കളയണം എന്നുള്ളത് പോലെ, പിന്നെ മൈഥുനം എന്നുള്ളത് പോലെ, നിദ്ര എന്നുള്ളത് പോലെ, ഇതൊക്കെ 4 കാര്യങ്ങളും എല്ലാ പ്രാണികൾക്കും ഒരുപോലെയുള്ളതാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മളും ഈ പുഴുവും തമ്മിൽ എന്താ ഒരു വ്യത്യാസം എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നമ്മളെ അനന്തമായിരിക്കുന്ന ബ്രഹ്മസുഖം അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്താണ് സുഖം നമ്മൾ ആലോചിക്കണം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? ശൗനകാദീശ്വരങ്ങള് ചോദിച്ചത് പുംസാം ഏകാന്തത ശ്രേയ തന്നെ ശംസിതും അർഹസിനാണ്. മനുഷ്യർക്ക് ഏകാന്തമായ ശ്രേയസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പൊ ഈ ഏകാന്തമായ ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഏതൊന്ന് കിട്ടിയിട്ട് അതിനപ്പുറത്ത് ഒരു സുഖം ഇല്ലയോ, അതാണ് ഏകാന്തമായ ശ്രേയസ്. അതെവിടെയാണ് കിട്ടുക? നമുക്ക് ഭൗതികമായിരിക്കുന്ന ഏതൊരു സുഖവും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏതൊരു സുഖവും അത് തുച്ഛമാണ്, നശ്വരമാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് ഏകാന്തമായ സുഖം കിട്ടുന്നത്? എപ്പോഴാണോ താൻ ആരാണെന്ന് അറിയുന്നത്. കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദം എന്തു ഹരി നാരായണായ നമഃ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞത് കൊണ്ടാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഇതറിയുന്ന ആ സാക്ഷി? നമ്മുടെ ആത്മസ്വരൂപം. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം. അത് തന്നെ ആനന്ദം, ഏറ്റവും വലിയ ആനന്ദം. ഞാൻ ഈ ശരീരം ആണെന്നുള്ള ഭാവത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുക. ഈ ശരീരമല്ല ഞാൻ ആത്മസ്വരൂപമാണ്. ഇതിന് നാശമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാനാകണം. പറയുന്ന എനിക്കോ കേൾക്കുന്നതിനേക്കോ ഇതൊന്നും 1 പ്രാവശ്യം കൊണ്ടോ 2 പ്രാവശ്യം ഒന്നും കിട്ടത്തില്ല. പറയാനെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട്, കേൾക്കാനെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ സാധിക്കുന്നു. അതിനെപ്പറ്റി ചിന്തിക്കുക, അങ്ങോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് നോക്കുക. അതിനാണ് സപ്താഹേന ശ്രവണം ചെയ്തൽ എന്ന് പറഞ്ഞത്. 7 ദിവസം കൊണ്ട് നമ്മൾ ഈ കേൾക്കുമ്പോൾ ഓരോ ദിവസത്തെ കഥ നിർത്തുന്നത് ഓരോ പടിയിലാണ്. നമുക്ക് ഒരു ശുഭേച്ഛ ഞാനിങ്ങനെ അവിടെ പറഞ്ഞു പോവുക. കാരണം പരീക്ഷിത് മഹാരാജാവിന് ഒരു ശാപം കിട്ടി. അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ശുഭമായിട്ടുള്ളത് എന്താണ്? ഈ ലോകം നശിക്കുന്നതാണ്. കുറച്ച് പുണ്യമൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്നാ പറയുക. പക്ഷെ സ്വർഗമോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മൾ ചെയ്തിരിക്കുന്ന പുണ്യം തീരുമ്പോ അവിടുന്ന് തിരിച്ച് താഴോട്ട് വരും. അതുകൊണ്ട് അത് ശാശ്വതമല്ല. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? കൃഷ്ണാംഗ്രി സേവാമതിമന്യമാന, ആ ഭഗവാന്റെ പാദങ്ങൾ കൊണ്ട് പിടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോരേണ്ടി വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ കഥകള് വരാഹാവതാരം വരെയുള്ള കഥകൾ പറഞ്ഞു. അവിടെ ബ്രഹ്മാവ് ആലോചിച്ചു, താൻ ആരാണ്, താൻ എവിടുന്നു ആലോചിച്ചു. അപ്പൊ ഞാൻ ആരാണെന്ന് ആലോചിക്കുന്ന, നമ്മളെല്ലാം ആലോചിക്കേണ്ടതാണ്. ആദ്യത്തെ പടി അതാണ്, താൻ ആരാണെന്ന് അറിയണം. അപ്പൊ അതറിയണമെങ്കിൽ നമുക്കൊരു ശകലം കാര്യങ്ങളൊന്നും അറിയണം. അതിനാണ് രണ്ടാമത്തെ പടി സുവിചാരണ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാവിലമാണ് വരിക. അപ്പോ ആത്മസ്വരൂപം എന്താണ്, അനാത്മസ്വരൂപം എന്താണ് എന്ന് നമ്മൾ അറിയണം. ആദ്യം തന്നെ കപിലൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമ്മുടെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സാണ്. ആ മനസ്സിനെ എപ്പോഴാണോ നമ്മൾ ഈശ്വരനോട് തിരിച്ചു വിടുന്നത്, അപ്പോ അത് മോക്ഷത്തിനും, എപ്പോഴാണോ ഭൗതിക സുഖത്തിൽ അത് മുറുങ്ങിക്കിടക്കുന്നത്, അപ്പോ അത് ബന്ധനത്തിനും കാരണമായി തീരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ എന്താ വേണ്ടത്? അതിനെ ഭക്തി വേണം. ആ ഭക്തി കൊണ്ടിട്ട് വേണം ആത്മസ്വരൂപത്തെയും അനാത്മസ്വരൂപത്തെയും അറിയണം. അല്ലെങ്കിൽ പ്രകൃതിയെയും പുരുഷനെയും അറിയണം. പിന്നെ ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോ നമുക്ക് ഭഗവാന്റെ ആ തത്വം തെളിയുക എന്ന്, നമ്മൾ ആരാണെന്ന് അറിയുക എന്ന്. അതിനാണ് ഭഗവാനെ ധ്യാനിക്കുന്നതിനാണ്. ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാൻ ഒരു കാര്യവുമില്ല. ഭഗവാനെ സ്തുതിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അത് മുഖശ്രീ നോക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. ഭഗവാനെ സ്തുതിക്കുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കി പൊട്ടു തൊടുന്ന പോലെ
നമ്മുടെ ഹൃദയത്തിൽ ആ തത്വം തെളിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് സുവിചാരണ, അങ്ങനെ ഭഗവാനെ നമ്മൾ അങ്ങനെ ശരിക്കും ധ്യാനിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ അത് ഇങ്ങനെ തെളിഞ്ഞു വരും. ഇങ്ങനെ ഒരു തനുമാനസി എന്ന് പറയുന്ന മൂന്നാമത്തെ പടി ഭഗവാനെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് തന്റെ അച്ഛനെ കൊന്ന് ഭൂഷണായിട്ട് നിൽക്കുന്ന ആ നരസിംഹൻ മൂർത്തിയെ കണ്ടിട്ട് പോലും പേടിയൊന്നുമില്ലാതെ പ്രഹ്ലാദൻ തൊഴിൽ നിന്നാണ്. പ്രഹ്ലാദന്റെ മനസ്സ് ഭഗവാനിലോട്ട് തന്നെ കേന്ദ്രീകരിച്ചത് കൊണ്ട്, അങ്ങനെ ഭഗവാനിലോട്ട് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ തമോ ഗുണവും രജോ ഗുണവും നശിച്ച സത്വഗുണം മാത്രം ശേഷിക്കുന്ന മനസ്സിൽ, തെളിയുന്ന മനസ്സിൽ ഒരു സത്വഗുണം തെളിയും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോ അതിലുണ്ടാകുന്ന ആ ചിന്തയാണ് വാസുദേവൻ. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം എന്ന് ദക്ഷ്യയാഗത്തിൽ ശിവൻ പറയുന്നുണ്ട്. രജോഗുണവും തമോഗുണവും മാറി സത്വഗുണം മാത്രം നടന്ന മനസ്സിനെ വസുദേവൻ എന്ന് പറയുന്നു. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അപ്പോ ആരാണ് വസുദേവരുടെ പുത്രൻ? ഒരു യാദവന്റെ മകൻ. നമ്മൾ കഥയിലങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ നമ്മുടെ തമോ ഗുണവും രജോ ഗുണവും ഇല്ലാതെ ശുദ്ധമായിരിക്കുന്ന സത്വഗുണം നിറഞ്ഞിരിക്കുന്ന മനസ്സിനെ വസുദേവൻ എന്ന് പറയുമെങ്കിൽ ആരാണ് വാസുദേവൻ? ആ മനസ്സിലുണ്ടാകുന്ന ആ രൂപം തന്നെ. അപ്പൊ ആ വാസുദേവനെ പരിചയിക്കുകയാണ്. അങ്ങനെ സത്വാവത്തി എന്ന് പറയുന്ന ആ കൃഷ്ണാവതാരം, ഈ ഭഗവാനല്ലാതെ ഞാൻ മറ്റാരെയും സ്വീകരിക്കുകയില്ലെന്ന് പറയുന്ന രുക്മിണിയുടെ 100 ജന്മം എടുത്താലും ഈ ഭഗവാനെ പ്രാപിക്കും എന്ന് പറയുന്ന രുക്മിണിയുടെ വാക്ക്, അത് സത്വാവത്തി. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു അസംഭാവ്യമാണ് എന്ന് കാണിക്കുന്ന 6ാമത്തെ സ്കന്ധത്തിലെ ഉപദേശം കൊടുത്ത് ഭഗവാൻ ഉപദേശം കൊടുക്കുന്ന കഥകളിൽ, അത് കഴിഞ്ഞാലോ നമ്മൾ തുരീയം എന്ന് പറയുന്ന 7ാമത്തെ പടിയിലോട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സ് മാറി. അപ്പോഴാണ് പറഞ്ഞത്, മനസ്സിലായി, ആർക്കും പരീക്ഷത്തിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? മരിക്കുമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായതെന്താ? ഞാൻ മരിക്കില്ല, അഹം ബ്രഹ്മ പരന്ധാമ, ബ്രഹ്മാഹം പരമം പദം എന്ന ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. അതുപോലെ ഇവിടെ വേണ്ടത് അതാണ് വേണ്ടത്. തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയൽ യസ്മാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം. ആ തത്വം പറഞ്ഞു കൊടുക്കാത്ത ആളുകൾ ഗുരുന്ന സസ്യാൽ, ആ ഗുരു അത് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ആ ഗുരുവല്ല. സ്വജനോ ന സസ്യാൽ, സ്വജനങ്ങളല്ല. പിതാ ന സസ്യാൽ, ജനനി ന സാസ്യാൽ, ദൈവം ന സസ്യാൽ, പതിശതസ്യാൽ മോചേദ്യ സംവേദ മൃത്യു. നമ്മളെല്ലാം മരണഭയത്തിലാണ്. മൃത്യുവിൽ നിരീക്ഷിക്കാൻ ആർക്കും പറ്റില്ല. കാരണം മൃത്യു എന്ന് പറയുന്നത് ജാതസ്യ ധ്രുവ മൃത്യു. അപ്പൊ മൃത്യുവിൽ നിന്ന് നമുക്ക് ആരെയും രക്ഷിക്കാനൊക്കെ ഇല്ല. പക്ഷെ എന്താണ് മൃത്യു, ആർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മൃത്യു? ജാതസ്യ ഹി ധ്രുവ മൃത്യു എന്നാണ് പറഞ്ഞത്. ഉണ്ടായാൽ നശിക്കുമെന്ന് പറഞ്ഞത്. ഉണ്ടാകാത്ത എങ്ങനെയാണ് നശിക്കുന്നത്? അത് തന്നെയാണ് ഉപദേശം അവസാനിച്ചപ്പം പരീക്ഷത്തിന് കൊടുത്തോ? ഇല്ല, നീ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാ നീ മരിക്കുന്നതെന്നല്ലേ ചോദിച്ചേ? ഉണ്ടാകാത്ത ഒരു വസ്തു നശിക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ തത്വം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ ഗുരുവല്ല, അമ്മയല്ല, അച്ഛനല്ല എന്ന് പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കുന്നതാണ്. അതിനെ ഭഗവാൻ ഭക്തി വേണം എന്നുള്ള കാര്യം, എന്നിലുള്ള ഭക്തി എന്ന് പറഞ്ഞ് ഇവിടെ കൃഷ്ണദേവൻ ഭക്തനായതുകൊണ്ട് ആ ഭക്തി വേണം എന്നൊക്കെ ഉപദേശിച്ച് അദ്ദേഹം ജഡനെ പോലെ ഉന്മത്തനെ പോലെ ഒക്കെ നടന്നു വേണം പരമംസ ചര്യ കാണിച്ചു തന്ന് അവസാനം കുടകാചലത്തിൽ വന്ന് അദ്ദേഹം ദേഹം ത്യജിച്ചു എന്നുള്ളത് സൂചിപ്പിച്ച് പിന്നെ പറഞ്ഞത് മൂത്തമകനായിരിക്കുന്ന ഭരതന്റെ കഥയാണ്. ഭരതസ്തു മഹാഭാഗവത. മഹാഭാഗവതൻ പറഞ്ഞിരിക്കുന്ന ഭാഗവത്തില് 2-3 പേരുടെ കാര്യമേ ഉള്ളൂ. പ്രഹ്ലാദനോ ഉദ്ധവനോ ഭരതനോ ഉള്ളൂ. മഹാഭാഗവതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഗവതനോത്തവനായിരുന്നു. അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു, മക്കളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം അതല്ല പ്രധാനമെന്നുള്ളത് കൊണ്ട് അതൊക്കെ പറഞ്ഞു. അദ്ദേഹം ഭരണമൊക്കെ മക്കളെ ഏൽപ്പിച്ച് ഇണ്ടഗിരി നദിയുടെ തീരത്തി എന്ന് അവിടെ ഭഗവത് ധ്യാന നിരതനായിട്ടിരിക്കുകയായിരുന്നു. ഏത് സമയത്തും ഭഗവാനെ തന്നെ ധ്യാനിച്ച് പരോർജസവിദുർയാദവേദോ ദേവസ്യ ഭർഗോ മനസോ ജജാന സുരേദാസ പുനരാവശ്യദഷ്ടേഹം സംവൃദ്ധാണം നൃഷത്തേങ്കിരാമിമ എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഈ മഹാപുരുഷന്റെ, വിരാട് പുരുഷന്റെ ഓരോ അവയവങ്ങളിലും ഓരോരോ ദേവതാസ്വരൂപത്തെ കണ്ട് യാഗം നടത്തി. അവിടെ അങ്ങനെ ഭഗവത് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു യോഗപുഷ്ടുണ്ടായി. ഒരു ദിവസം സന്ധ്യാവനം കഴിക്കുന്ന സമയത്ത്
ഗണ്ഡകി നദിയുടെ അവിടെ നിന്നാണ് കഴിക്കുക. സിംഹത്തിന്റെ അലർച്ച കേട്ട് പേടിച്ച് ഓടിയ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു മാൻ അത് ഗണ്ഡകി നദി അങ്ങോട്ട് ചാടിയെന്നാണ്. നമ്മളെ വലിയ ആറ് പോലെ അത്രയ്ക്ക് വലിയ വീതിയൊന്നുമില്ല, മലയിലെ ഈ ഊറ്റുകളായിരിക്കും. ഏതായാലും അങ്ങോട്ട് ചാടി. ആ ചാട്ടത്തോടു കൂടി അതിന്റെ പ്രസവം കഴിഞ്ഞു. ആ കുട്ടി നദിയിൽ വീണു. മാനപ്പുറത്ത് ചെന്ന് മരിക്കുകയും ചെയ്യുന്നതാണ്. ആ കുട്ടി ഒഴുകി ഇങ്ങോട്ട് വന്ന് താഴോട്ട്. ഭരതൻ നിൽക്കുന്നിടത്ത് വന്നപ്പോ കഷ്ടം, ഈ കുഞ്ഞിനെ രക്ഷിക്കേണ്ടതല്ലേ എന്നൊരു ദയ തോന്നിയെന്നാണ്. അതുപോലും സത്യത്തിൽ യോഗിക്ക് ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം അതിനെ എടുത്ത് കരയ്ക്ക് വെച്ചു. എന്നാ കരയ്ക്ക് വെച്ചു പോയാൽ മതി. സന്യാസനം കഴിച്ചു തോന്നി ഇത് ഇവിടെ ഇരുന്ന വേറെ വല്ല ജന്തുക്കളും വന്ന് കടിച്ചെങ്കിലോ താനാണോ എല്ലാത്തിനെയും രക്ഷിക്കുന്നത്, നമ്മളല്ല ഭഗവാനാണ് എന്ന് വേണേ വിചാരിക്കാം. എന്തായാലും അത് തോന്നിയില്ല അദ്ദേഹത്തിന്. അവിടുന്ന് അദ്ദേഹം ആ മാൻകുട്ടിയെ ആശ്രമത്തിൽ കൊണ്ടുപോയി. ആശ്രമത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടി, അതിന് വല്ലതും കൊടുക്കണ്ടേ. അപ്പൊ പിന്നെ പാലും ഒക്കെ പോയി അന്വേഷിച്ച് പാലും ഒക്കെ മേടിച്ച് പാലും ഒക്കെ കൊടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഇളം പുല്ലുകൾ പറിച്ചു കൊടുത്തു. പിന്നെ അതിനോടൊരു സംജായതയെ കാമ, അതിനോടൊരു സ്നേഹം കൂടി വന്നു എന്നാണ്. ഇപ്പൊ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്ന 24 മണിക്കൂറും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്ന ഭരതന് മാൻകുട്ടിയോട് സ്നേഹം വന്നപ്പോ കുറേശ്ശെ ആ സ്നേഹം കുറഞ്ഞു പോയി പറയാനൊന്നുമില്ല. കാരണം മനസ്സിലാവുക തന്നെയാണുള്ളത്, അദ്ദേഹത്തിന് ഈ ഒരു യോഗഭ്രഷ്ട് വന്നതാണ്. അങ്ങനെ ഈ മാൻകുട്ടിയെ എടുത്ത് അതിനെ ലാളിക്കുക, അതിനെ തോളത്ത് വെച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തെന്നാ പറയുക. അവസാനം താൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ കട്ടിലിന്റെ തന്റെ തലയ്ക്ക് വന്നു നിന്ന് ആ മാൻകുട്ടികൾ കരഞ്ഞോണ്ട് നിന്നതാണ്. എന്റെ മാൻകുട്ടിക്ക് ഇനി ആരുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഭരതൻ മരിച്ചു. ഏതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്, ആ ഭാവത്തിൽ ജനിക്കും എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അടുത്ത ജന്മത്തില് ഒരു മാൻകുട്ടിയായിട്ട് ജനിച്ചു. യോഗിയായിരുന്നത് കൊണ്ട്, ഈശ്വര ഭക്തനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പക്ഷെ ഈ പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് പ്രാരബ്ധകർമ്മമാണ്. പ്രാരബ്ധകർമ്മം അനുഭവിച്ചേ തീരൂ, അതിന് യാതൊരു സംശയവുമില്ല, അതിന് ഒരു പ്രായശ്ചിത്വമില്ല. നമുക്ക് 3 വിധത്തിലുള്ള കർമ്മങ്ങളെ പറ്റി പറയും. ഒന്ന് സഞ്ചിതം, ജന്മജന്മാന്തരങ്ങൾ നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി നമ്മളെ തോർത്തിട്ടുണ്ടാ പോകുന്നത്. അങ്ങനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് പിന്നെ പറയേണ്ടി വരും അതിനെ കാര്യങ്ങൾ. അങ്ങനെ ഉണ്ട്. അതായത് നമ്മളെ 3 ശരീരമാണ് നമുക്കുള്ളത്: കാരണശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. അതിനെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് സ്ഫടികം കൊണ്ടുള്ള ഒരു ബോളെന്നോ ഒരു പാത്രമെന്നോ വിചാരിക്കുക. അതിന്റെ പുറത്ത് തുണി കൊണ്ട് ഒരു ചുറ്റിയിരിക്കുന്നു. തുണി കൊണ്ടുള്ളതാന്ന് പറയാം. അപ്പം അതിന്റെ പുറത്ത് മണ്ണ് കൊണ്ട് ഒരു ചുറ്റ്. അപ്പൊ 3 ലെയറാണ് അതിനുള്ളത്. അപ്പൊ ഈ മണ്ണ് എന്ന് പറയുന്നത് പാഞ്ചഭൗതികമായിട്ട് നമുക്ക് പറയാം. പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരം, അതിനകത്ത് ഈ തുണി കൊണ്ട് ചുറ്റി എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ജ്ഞാനേന്ദ്രിയം, കർമ്മങ്ങൾ, തരികും, പഞ്ചപ്രാണനും ഒക്കെ ചേർന്ന തുര്യഷ്ടകം എന്ന് പറയുന്ന ഒരു സ്ഥാനം. അതാണ് നമ്മളുടെ വാസനകളെയൊക്കെ കൊണ്ടുപോവുക. അതിൻ്റെ അകത്താണ്. അത് പോയെങ്കിലേ നമ്മൾ ഈ സ്ഫടികമായിരിക്കുന്ന ആ ശരിക്കുള്ള ക്ലാസ്സിൽ വരുള്ളൂ. പക്ഷെ അത് നമുക്ക് തിരിച്ചു കാണില്ല. എന്തുകൊണ്ട്? സ്ഫടികമാണ്. അത് ട്രാൻസ്ഫറേറ്റീവ് ആണ്, ഇല്ലേ? നമുക്കത് അതിന് ഒന്ന് ഗ്ലാസ് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് അപ്പുറത്ത് എന്തുവാന്നൊന്നും നമ്മൾ അറിയത്തില്ല. ഗ്ലാസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, ഗ്ലാസ്സിന് നിറമൊന്നും ഇല്ലെങ്കിൽ. അങ്ങനെ 3 ശരീരമാണ് നമുക്കുള്ളത്. ഈ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ വാസനകളെ കൊണ്ടുപോകുന്നത്. അതിലൊരു ഫലം അനുഭവിക്കാൻ നമുക്ക് പിന്നെ ഒരു ജനനം, ഈ ശരീരം എടുക്കുന്നു, വീണ്ടും ജനനം, ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഒരു ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഇത് പ്രാരബ്ധകർമ്മമാണ്, അനുഭവിച്ചു തീരണം എന്ന് വിചാരിച്ച് ഉണങ്ങിയ ഇലയൊക്കെ തിന്ന് മാനായിട്ട് കഴിയുകയും കൊടുക്കാൻ ആ ഗണ്ഡകി നദിയിൽ തന്നെ തന്റെ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല അദ്ദേഹത്തിന്റെ പ്രാരബ്ധം. അദ്ദേഹം അടുത്ത ജന്മത്തില് അംഗരസ് ഗോത്രത്തിലെ ഒരു ബ്രാഹ്മണന്റെ 2ാമത്തെ ഭാര്യയിലെ ഇരട്ട കുട്ടികളിൽ ആൺകുട്ടിയായിട്ട് ജനിച്ചത്. അവിടെ അദ്ദേഹത്തിന് ഈ ജന്മ സ്മരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി, സംസാരമാണ് നമ്മൾ സംസാരത്തിലേക്ക് വരയ്ക്കുന്നത് മനസ്സിലാക്കി.
നമ്മളൊരാളിനെ കണ്ടു, എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സ്നേഹം അങ്ങനെ കൂടി വരും. അപ്പൊ സംസാരമാണ് നമ്മളെ ആ സംസാരത്തിലിട്ട് വരയ്ക്കുന്നത്. അതുകൊണ്ട് മിണ്ടുകയെല്ലാം തീരുമാനിച്ചെന്നാണ്. അതുകൊണ്ട് മിണ്ടിയില്ല. കുറച്ച് പ്രായമായപ്പോ കുഞ്ഞുങ്ങള് അമ്മയെന്നൊക്കെ വിളിക്കും, അച്ഛാന്നൊക്കെ വിളിക്കും. വിളിച്ചില്ല. അമ്മയ്ക്ക് വലിയ വിഷമമായി. 5 വയസ്സോ 6 വയസ്സോ 7 വയസ്സോ ഒക്കെ ആകുമ്പോ ഉപനിക്കണം. ഉപനിച്ച് ഗായത്രിയൊക്കെ പറഞ്ഞു കൊടുക്കണം. അച്ഛൻ 3 മാസം നോക്കി 24 അക്ഷരമുള്ള ഈ ഗായത്രി പഠിപ്പിക്കാൻ പറ്റിയില്ല. പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം ഏതായാലും പറഞ്ഞില്ല. അദ്ദേഹത്തിന് അറിയാം അതൊക്കെ. ഏതായാലും അവരും വിഷമിച്ചു. എന്റെ മോൻ ഇങ്ങനെ ഒരു മൂഢനായാലോ എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരുന്നു എന്നാണ്. ജഡനെ പോലെ ഇരിക്കുക. അച്ഛൻ മരിച്ചു. ആ എട്ടാനമ്മ ഉടന്തടിയായി. ജഡഭരതന്റെ ഈ ജഡനായിട്ടിരുന്നവരോട് ജഡഭരതൻ എന്ന് പറയുന്നു. ഉടന്തടിയാടി. പിന്നെ മൂത്ത ഹരിയയിലെ മക്കള് ജ്യേഷ്ഠന്മാരുടെ സംരക്ഷണത്തിലും ഒക്കെയായി വളർച്ച. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും. ഒന്നിനും നിർബന്ധമില്ല. ശരീരബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് കൊടുത്താലും കഴിക്കും. ഉഴുന്ന കഴിയ വെള്ളമൊക്കെ കൊടുക്കുമെന്ന് പറയും. അതൊക്കെ കഴിക്കും. അയലക്കത്തുകാരും വിളിക്കും, എടോ ഈ വിറകൊന്ന് കയറി തരാമോ? വിറക് കയറി കൊടുക്കും. വല്ലതും കൊടുത്തെങ്കിൽ കഴിക്കും. ഇങ്ങനെ കാലം കഴിയുമ്പോൾ ഇവനേതായാലും വല്ലവർക്കും ഒക്കെ ജോലി ചെയ്യില്ലേ, എന്നാ കാവലിരിക്കട്ടെ എന്ന് പറഞ്ഞ് വയലിന് കാവലിരുത്തിന്ന ആനയും പന്നിയൊക്കെ വന്ന് ആ വിളവൊക്കെ തിന്നോച്ചു പോകും. ഒന്നും മിണ്ടുകയില്ല. പക്ഷെ ചേട്ടന്മാർക്ക് വിഷമില്ല. എന്താണെന്നറിയോ? കൊയ്യുമ്പോ 100 മേനി വിളവ്. അങ്ങനെ വയലിൽ കാവലിരിക്കുമ്പോഴാണ് കവായി രാജാവ് കുട്ടികളില്ലാത്തതിന് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, ഒരു നരബലി നടത്തിയാല്, നരബലി എവിടെ സത്യത്തെ വിമർശിക്കുകയായി, കുട്ടികളുണ്ടാവും നിർത്തുന്നതാണ്. അതിനെ ഭടന്മാര് പോയി ഒരു ആളിനെ എങ്ങനെയോ വിളിച്ച് അവിടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ടിരുന്നു. വാവിൻ്റെ അന്ന് ബലി കൊടുക്കണം. പക്ഷെ ഇയാള് മരണഭയം കൊണ്ട് ഓടി പൊളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു. വൈകിട്ട് ആളില്ലെങ്കിൽ രാജാവ് നമ്മളെ തല വെട്ടും, എന്താ വേണ്ടെന്ന് ആലോചിച്ച് നടന്ന ഭടന്മാര്. അപ്പൊ ഈ വയലിൽ കാവലിരിക്കുന്ന ഈ ജഡഭരതനെ കണ്ടു. നല്ല ഒത്ത ശരീരം, അംഗഭംഗമെന്നുള്ളവരെ ഒന്നും ബലിക്ക് കൊള്ളില്ല. കൊള്ളാം, ഇയാള് കൊള്ളാം. ആ ഭരതനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഒരു പ്രയാസവും കൂടാതെ ചെന്നു എന്നാണ്. എന്നെ ഏടെ കൂടെ വരുമെന്ന് പറഞ്ഞു ചെന്നു. കുളിപ്പിച്ച് മുഴുവൻ ചെളിയൊക്കെ ആയിരുന്നു. കാരണം ഈ ശരീരബോധമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുളിയൊന്നുമില്ല. കുളിയൊക്കെ കഴിഞ്ഞപ്പം ആ ശരീരം അങ്ങനെ സ്വർണം പോരൊക്കെ തിളങ്ങിയെന്നാണ്. നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് നല്ല ആഹാരമൊക്കെ കൊടുത്ത് ഇതൊക്കെ കഴിച്ചു. രാത്രിയിലെ ആഘോഷത്തോടുകൂടി ഭദ്രകാളിയുടെ അമ്പലത്തിൽ കൊണ്ടുവന്നു. തലയും കൊണ്ട് വെക്കാൻ പറഞ്ഞു. അദ്ദേഹം തലയൊക്കെ വെച്ചു എന്നാണ്. വാളുമൊക്കെ എടുത്ത് വെളിച്ചപ്പാട്ട് തുള്ളി തല വെട്ടാനെ കൊണ്ട് തുടങ്ങിയപ്പോ ഭദ്രകാളി സഹിച്ചില്ല. ഭഗവതി അമ്പലത്തിന് നടയൊക്കെ തുറന്ന് ഇങ്ങോട്ട് ചാടി വന്ന് വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് വാള് മേടിച്ച് അദ്ദേഹത്തിനെ ആദ്യം നിഗ്രഹിച്ചു. കൂടുണ്ടായിരുന്നവരെയൊക്കെ നിഗ്രഹിച്ച് ആ ഭദ്രകാളിയുടെ കൂട്ടുകാരികളും വന്നു. കാളി, കൂളി, മഹാകാളി എന്നൊക്കെ പറയുന്നവരെല്ലാം വന്നു. എല്ലാവരും ആ രക്തമൊക്കെ കുടിച്ചു. പിന്നെ ആ തല കൊണ്ട്, കുറെ തലകളുണ്ട് അവിടെ, തല കൊണ്ട് പന്ത് കളിച്ചു. ശിര കന്തുകലിയിലെയാം. നേരം വിളിക്കാനായതുകൊണ്ട് അമ്മയകത്തോട്ട് കയറിപ്പോയി. എന്നാ അമ്മേ നമസ്കാരം, എന്നെ രക്ഷിച്ചല്ലോ പറഞ്ഞില്ല ഭരതൻ. അവിടുന്ന് കൊണ്ടിറങ്ങി നടന്നു. അങ്ങനെ നടക്കുന്ന വഴിക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. ഈ ഇതുവരെ ഒന്നും ഉണ്ടാതിരുന്ന ഈ ഭരതൻ ഒരാളിനോട് സംസാരിച്ചു. രഘുഗണൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം പുസ്തകത്തിൽ നിന്ന് കുറെ തത്വങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉള്ളിലോട്ട് ചെന്നിട്ടില്ല. അതിനൊരു ഗുരുവിന്റെ ഉപദേശം വേണം. അതുകൊണ്ട് കപിലാശ്രമത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ വലിപ്പം കാണിക്കാനാ അമ്പലത്തിൽ പോകുമ്പോൾ പോലും അത് നമ്മൾ പറയാൻ പാടില്ലെങ്കിലും അങ്ങനെയാണ്. ഒരു വലിയ സാരിയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ അത്ര വലിയ സാരി? നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണം. വലിയ സാരി, ഒരു സാരി മേടിച്ചിരുന്നല്ലേ, എന്നാ അതൊന്ന് കാണിക്കണം എല്ലാവരും, എന്നാ അമ്പലത്തിൽ പോയി കളയാം. ഇങ്ങനെയല്ല വേണ്ടത്. അപ്പൊ ഇദ്ദേഹം പല്ലങ്കിലാണ് പോവുക, ഗുരുവിന്റെ അടുക്ക് പോവുകയാണ്. വിനീതനായിട്ട് പോകണം. നമ്മൾ അത് മനസ്സിലാക്കണല്ലേ. പ്രസവിന്റെ ചരിത്രം പറഞ്ഞു കാണും. അദ്ദേഹം ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതാണ്. ആ സദസ്സിലൂടെ അദ്ദേഹം ചെന്നത് ഒരു മുണ്ടും 2ാം മുണ്ടും കയ്യിൽ ദർഭയമായിട്ട് ഇവിടെ പ്രവേശിച്ചത്. വലിയ ചക്രവർത്തിയാണ്. തന്റെ പ്രജകളുടെ അടുക്കലാണ് ചെന്നത്. എന്നിട്ട് പോലും അദ്ദേഹം എത്ര വിനീതനായിട്ട് ചെന്നത്. ഇത് ഗുരുവിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹം പല്ലക്കിൽ കയറി വരികയാണ്.
പല്ലക്ക് നോക്കിക്കൊണ്ട് വരുമ്പോ ഈ പല്ലക്ക് നോക്കുന്ന ആളുകൾ ഒരാൾക്കൊരു ക്ഷീണം. അപ്പോഴാണ് ഈ ജഡഭരതനെ കണ്ടത്. ഇങ്ങോട്ട് വിളിച്ചു, ഇവിടെ താനിങ്ങോട്ട് വന്നേ, ഈ പല്ലക്കൊന്നും എടുക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രയാസം കൂടാതെ പല്ലക്ക് എടുത്തു. പക്ഷേ യോഗീശ്വരന്മാര് നടക്കുമ്പോ ചില നിഷ്ഠകളുണ്ടെന്നാണ്. നിഷ്ഠിഭൂതം നിശേൽപാദം വസ്ത്രഭൂതം വിവേൽ ജലം സത്യഭൂതം വജൽ വാക്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം താഴെ ഒന്ന് നോക്കും. ഏതെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ അതിനെ കൊല്ലാതെ ചാടി അങ്ങോട്ട് കിടക്കും. അപ്പൊ ഈ ഓടിയിരിക്കുന്ന ആളിങ്ങനെ ഷോക്ക് അബ്സോർവർ ഇല്ലാത്ത വണ്ടി പോലെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി പോയിന്നാണ്. എന്താണെന്ന് ചോദിച്ചു രാജാവ്. അല്ല മഹാരാജാവ്, ഇതിപ്പം ഞങ്ങളുടെ കുറ്റമല്ല, ഇപ്പൊ ഈ കൊണ്ടുവന്ന ആളുടെ കുറ്റമാണെന്ന് പറഞ്ഞു. രാജാവ് നോക്കിയപ്പോ നല്ല ഒത്ത തടിയുള്ള ആള്, ഇപ്പൊ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. രാജാവ് പറഞ്ഞു, നേരെ നടക്കണം. ഇതുപോലെ തന്നെ നടന്നു. അല്ല, അങ്ങ് വളരെ ക്ഷീണിച്ച ആളാ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരുപാട് നേരമാവുകയും ചെയ്തെടുത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പറഞ്ഞു, അല്ല അങ്ങ് പറഞ്ഞല്ലോ ഇപ്പം ഒരുപാട് നേരമായെന്നും തടിച്ച ശരീരമാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ശരീരം തടിച്ചതാണോ ചെറുതാണോ എന്നുള്ളത് ആത്മസ്വരൂപത്തെ ബാധിക്കുന്നതല്ല, ശരീരത്തിനെ ബാധിക്കുന്നതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സമയം അത് ആവശ്യമുള്ളവർക്കേ ഉള്ളൂ. ഇപ്പം 12 മണിക്ക് നിർത്തണം ഉണ്ണണമെന്ന് തോന്നുന്നവർക്കേ ഉള്ളൂ 12 മണി എന്നുള്ള തോന്നൽ വരുന്നത്. അതല്ലാത്ത ആളുകൾക്ക് അത് വരുന്നില്ല. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ രാജാവിന് തോന്നി, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ, അപ്പൊ ആരോ ഒരു ശ്രേഷ്ഠനാണ് എന്ന് വിചാരിച്ച് പല്ലക്ക് നിർത്താൻ പറഞ്ഞ് ഇറങ്ങിയെന്നാണ്. ഇത് പറഞ്ഞു, ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് ശിക്ഷിച്ചാല് അതും എന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇറങ്ങിക്കോളാം. ഇറക്കി വന്ന് നമസ്കരിച്ചു. അങ്ങ് പറഞ്ഞത് വലിയ കാര്യങ്ങളാണ്, രോഗം വന്നതിന് ഔഷധം പോലെയൊക്കെയാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നമ്മള് 3 കല്ല് കൂട്ടി അടുപ്പുണ്ടാക്കി അതിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചു, തീ കത്തിച്ചു, താഴെ വെള്ളം തിളക്കിയപ്പോൾ നമ്മൾ അരി ഇട്ടു. അപ്പൊ നമ്മള് ഒരു അരി എടുത്ത് നോക്കും, ബന്ധമെന്ന് നോക്കും. അപ്പൊ ഈ അഗ്നിയുടെ ആ ചൂട് പാത്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അരിയിൽ വന്നിട്ട് ആണ് അത് എന്തോന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങേ തല്ലിയാൽ ആ വേദന അങ്ങേക്കില്ലെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, കോവിദവാദവാദൻ. വലിയ ഒരറിവില്ലാതെയാണെങ്കിലും വലിയ അറിവുള്ള ആളെ പോലെയാണ് ഈ വർത്തമാനം പറയുന്നത്. ഞാൻ ഈ ആത്മസ്വരൂപമാണ് എന്ന് ബോധമുള്ള ആളിന് ഈ ശരീരത്തിനെ പറ്റി ചിന്തയില്ലാത്തത് കൊണ്ട് ശരീരത്തിന്റെ ബാധയൊന്നും വരിയില്ല ആത്മാവിന് എന്ന് പറഞ്ഞ് മനസ്സിനെ പറ്റി ഒരു വലിയ വ്യാഖ്യാനം കൊടുത്തു. എന്താണ് നമ്മുടെ മനസ്സിന്റെ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഞാനെന്ന ഭാവവും കൂടെ ചേർന്ന് 11, അല്ലെങ്കിൽ ഞാനെന്നും എന്റെ എന്നുള്ള ഭാവം ചേർന്ന് 12 ഈ പ്രവൃത്തികളാണ് മനസ്സിൽ കൂടെ നമുക്ക് വരുന്നത് എന്നൊരു വ്യാഖ്യാനം കൊടുത്ത്, അങ്ങേക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഗുരുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ആ ജ്ഞാനം അതൊരു വാളാണ്. ആ വാളിന് മൂർച്ച കൂട്ടണം. അതിനെന്താണ് വേണ്ടത്? ഭക്തി കൊണ്ട്, ഭഗവത് ഭക്തി കൊണ്ട് മൂർച്ച കൂട്ടി ഈ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ജ്ഞാനാസി ആദായ തരാതി പാരം, ആ ഒരു വാള്, അറിവ് എന്ന വാള് കൊണ്ട് ഇതിനെ കടക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അറിവാണ്, ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ ജ്ഞാനം നേടാൻ ഇദ്ദേഹം യോഗ്യനാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇതുവരെ മിണ്ടാതിരുന്ന ഭരതൻ ഈ രാജാവിന് ഉപദേശം കൊടുത്തു. ഒരു കാടിന്റെ വർണ്ണനയൊക്കെ പറഞ്ഞ് ഭവാടവി വർണ്ണന കൊടുത്ത് ആ ഉപദേശം കൊടുത്തു. ദൈനിക ഭരതന്റെ വംശത്തിലെ കഥ പറഞ്ഞ് ഭരതൻ മുക്തി നേടി എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സുമതി എന്ന ആ ആളുടെ കൂടെ കാര്യം പറഞ്ഞ് അതിന്റെ ആ വംശചരിത്രം പറഞ്ഞു. പിന്നെ ഈ ഭൂമിയെ പറ്റിയുടെ ഭൂമിയുടെ ഒരു വിവരണം ഒക്കെ കേൾക്കണം എന്ന് രാജാവ് ആവശ്യപ്പെട്ടു എന്നാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. ഭഗവതോ ഗുണമയേ സ്ഥൂലരൂപേ ആവേശിതം മനോ ഹഗുണേവി സൂക്ഷ്മത ആത്മജ്യോതിഷി
പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാഖ്യേ ക്ഷമ ആവേശിതും തതു ഹൈതൽ പുരോശ്യാനു അർണയിതും ഇതേ. എന്തിനാണത് കേൾക്കണമെന്ന് രാജാവ് പറഞ്ഞത്? ഭഗവാന്റെ സ്ഥൂലമായ ഈ രൂപത്തിൽ നമ്മുടെ മനസ്സ് ചെന്നാൽ അത് സൂക്ഷ്മമായ തത്വത്തിലേക്ക് ചെല്ലണം. അതിനാണ് പറഞ്ഞത്. അതിന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു വർണ്ണനയൊക്കെ കൊടുത്ത് അതൊരു വിടർന്ന താമരപ്പൂ പോലെയാണെന്നും അതില് നമ്മൾ പ്രകൃതന്റെ കഥ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവിടെ പ്രിയവ്രതൻ ഈശ്വരാരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് 30 നാഴിക രാത്രിയായിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഭഗവാനെ ഭജിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു രഥമുണ്ടാക്കിയെന്നും ഈ ഭൂമിക്ക് 7 വലത്ത് വെച്ചെന്നും അതുകൊണ്ട് 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും ഉണ്ടായി നമ്മളെ സൂചിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ പിന്നെ വന്ന് പറഞ്ഞപ്പോഴാണ് ജംബൂദ്വീപിന്റെ കഥ പറഞ്ഞ അഗ്നീതന്റെ കഥ പറഞ്ഞത്. ഇതിപ്പോ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഇവിടെ ആ 7 ദ്വീപുകളുടെയും 7 സമുദ്രങ്ങളുടെയും ഒക്കെ വർണ്ണന, ഗംഗാനദി ഉത്ഭവിച്ചതിന്റെ കഥയൊക്കെ പറഞ്ഞ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് ജംബൂദ്വീപ്. അതിൽ 9 ഘട്ടങ്ങൾ. അവിടാണ് അഗ്നിധരൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ 9 മക്കൾക്ക് ഈ ഭൂഖണ്ഡങ്ങള് 7 മക്കൾക്ക് 10 മക്കളുണ്ടായിരുന്നതിൽ 3 പേര് സന്യസിക്കാൻ പോയി. മറ്റുള്ള 7 പേർക്കാണ് ഈ 7 ദ്വീപുകൾ കൊടുത്തത്. ജംബൂദ്വീപിലെ ഈ 9 ഖണ്ഡങ്ങള് ഈ 9 രാജാക്കന്മാർക്ക് വീതിച്ചു കൊടുത്തു. ഈ ഖണ്ഡങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം ഓരോ സ്ഥലത്ത് എല്ലായിടത്തും ഈശ്വരാരാധനയാണ് നടക്കുന്നതെന്ന് സൂചിപ്പിച്ച് ഓരോ ഖണ്ഡത്തിലുമുള്ള ദേവതകളെ പറ്റിയും അത് സ്തുതിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റ്7 ദ്വീപുകളുടെ കാര്യം പറഞ്ഞു. അവിടെയും ഓരോ ആരാധനയുണ്ട്. വായുവിനെയും അഗ്നിയെയും ജലത്തെയും പരബ്രഹ്മത്തെയും ഒക്കെയാണ് അവിടെ പൂജിക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ച് താഴോട്ടുള്ള ലോകങ്ങള്, നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്, അങ്ങനെ മേലോട്ടുള്ള ലോകങ്ങള് ഇതിനെയൊക്കെ വർണ്ണിച്ച് ഈ പ്രപഞ്ചം ഒരു മുതല വേല് കാഞ്ഞു കിടക്കുന്നത് പോലെയാണ് എന്ന് വർണ്ണിച്ച് അതിന്റെ ഓരോ അംഗങ്ങളിലും അതിന്റെ വാലിന്റെ അറ്റത്ത് സുവൻ എന്നൊക്കെ ഉള്ള പോലെ നക്ഷത്രങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും 14 നക്ഷത്രങ്ങൾ വീതം നമുക്ക് 27 നക്ഷത്രങ്ങളുള്ളതാണ്. അഭിജിത്വവും കൂടെ കൂടി 22 നക്ഷത്രം. അങ്ങനെ മനോഹരമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രൂപം വർണ്ണിച്ച് ശിശുമാര സംസ്ഥ വർണ്ണിച്ച് നമ്മള് ഈ ആസ്ട്രോഫിസിക്സിൽ ഇപ്പൊ പറയും 2 അലയുള്ള ഒരു ഫാൻ പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കിടപ്പുന്നത്. അതുപോലെ തന്നെയാണ് ഈ മുതല വേലി കാഞ്ഞു കിടക്കുന്നത്. ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരു പഴയ കൊളുത്ത് പോലെയാണെന്ന് പറയാം. ഏതായാലും അതിനെ മനോഹരമായിട്ട് വർണ്ണിച്ച് ഈ കഥ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമ്മൾ വായിച്ചാൽ അതുവരെയുള്ള പാപം തീരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടല്ലേ, രാവിലെ പാപം ചെയ്തു തുടങ്ങിയാൽ ഉച്ചവരെ പാപം ചെയ്യാം. അന്നേരം ഇതൊന്ന് വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞാലോ പിന്നെ പാപം ചെയ്താൽ സന്ധ്യയ്ക്കൊന്ന് വിചാരിച്ചാൽ മതി. രാത്രി ചെയ്താൽ രാവിലെ ഒന്ന് വിചാരിച്ചു. എന്നല്ല, പാപം ചെയ്യാൻ ഒക്കില്ല നമുക്ക്. കാരണം എന്താണ്, ഇത് പ്രപഞ്ചത്തിന്റെ ഈശ്വരന്റെ ഒരു വലിയൊരു രൂപമാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാനും ഈ ഈശ്വരനും എല്ലാം ഒന്നാണ് എന്ന് തോന്നുമ്പോ നമ്മൾ ആർക്ക് വിരോധം, ആരോട് സ്നേഹം ഒന്നും ഇല്ലാതാവുന്നത്. ഇത് നമ്മൾ പൂജാവിധിയിലും താന്ത്രിക വിധിയിലും എല്ലാം ഈ പറയുന്ന തത്വങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രഹ്മമാണ് എന്നുള്ളതിന് വേറെ എന്താ തെറ്റ്? നമ്മൾ ചെയ്യുന്ന എല്ലാം ബ്രഹ്മത്തിനാണെന്നുള്ളത്. എല്ലാ പൂജ കഴിഞ്ഞാലും ഭഗവതിക്ക് ചെയ്താലും വിഷ്ണുവിന് ചെയ്താലും എല്ലാം നമ്മൾ അവസാനം പറയും ഇതെല്ലാം ബ്രഹ്മാർപ്പണം ഭവതു എന്നാ പറയുന്നത്. ബ്രഹ്മത്തിനായിട്ട് ഭവിക്കട്ടെ എന്നാ പറയുന്നത്. അതുപോലെ ഇപ്പൊ പറഞ്ഞ ഈ ശിശുവാര സംസ്ഥ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും ഉത്സവബലിയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഒരു താന്ത്രിക വിധിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവരിക. മാതൃക്കൽ തൂങ്ങി കഴിയുമ്പോൾ അതിനിപ്പുറത്ത് ഒരു മുതലയുടെ രൂപം ഉണ്ടാക്കി വെച്ച് കോടി ബ്രഹ്മാണ്ടൊക്കെ അതിന്റെ മൂത്രങ്ങളായിരിക്കും. തന്ത്രങ്ങളൊന്നും ശരിക്കറിയില്ല. എന്നാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ രൂപങ്ങൾക്കും ബലി നൽകുന്ന ഒരു ചടങ്ങാണത്. അപ്പോൾ നമ്മള് എന്താണ് ചിന്തിക്കുന്നത്? ഈശ്വരന്റെ ഭാവമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് സങ്കല്പിക്കുകയായിരുന്നു. അങ്ങനെ മനസ്സങ്ങനെ ചെല്ലണം. അതുകൊണ്ടാണ് നമ്മൾ അതുവരെ ചെയ്ത ഭാവം തീരും, അതുവരെ നല്ല ഭാവം ചെയ്യാനേ ഒക്കില്ല. ഏതായാലും അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു. താഴോട്ടുള്ള അധോലോകങ്ങളെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മുടെ സ്വർഗത്തെക്കാളൊക്കെ എത്ര
സുഖമാണ് അവിടെ എന്ന് സൂചിപ്പിച്ചതാണ്. അതിലും സുതലം, വിതലം, തരാതലം, പാതാളം എന്നൊക്കെ പറയുന്നത്. അതിൽ സുതലത്തിലാണ് നമ്മൾ മഹാബലിയൊക്കെ വിട്ടത്. അതിന്റെ കഥയൊക്കെ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു. ഇതോട്ടൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഇതാ ഇപ്പോ രാജാവ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ നമ്മുടെ ഈ ഭൂമി 1000 ഭളങ്ങളുള്ള അനന്തന്റെ ഒരു ഭളത്തിൽ ഒരു കടുകുമണി പോലെ സ്ഥിതി ചെയ്യുന്നു എന്ന് സൂചിക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് എത്രയോ പ്രപഞ്ചങ്ങളുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ, എത്രയോ കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് കൂടാതെ വേറെ ഗാലക്സികളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അതിനെപ്പറ്റി കൊടുത്തു. ഇപ്പോ രാജാവ് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞല്ലോ, ഒരു കാര്യം കേട്ടാൽ കൊള്ളാം. എന്താണ് നരകം എന്നിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അത് എവിടെയാണ് എന്ന് പറയണം എന്ന് പറഞ്ഞു. നരകം എവിടെയാണെന്ന് സത്യത്തിലെ കാവ്യത്തിൽ പറഞ്ഞു ഇല്ലേ? അമ്മയെ സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ. മനസ്സുദ്ധമാകുന്നയാളിന് ഈ സ്വർഗം, അല്ലാത്തയാളിന് നരകം, അത്രയേ ഉള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞതാ. പക്ഷെ ഇവിടെ കഥ പറഞ്ഞപ്പോ കഥയ്ക്കകത്ത് അത് ഇത്രയും ഭൂമിന്ന് ഇത്ര യോജന അപ്പുറത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ നരകത്തിന്റെ ഒരു വർണ്ണന വിശദമായിട്ട് കൊടുത്തു. 28 നരകങ്ങളുടെ പേര് പറഞ്ഞു. ഓരോ പാപത്തിനും ഓരോ നരകം. അപ്പൊ നമ്മള് പാപങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നരകത്തിന്റെ എണ്ണം കൂടും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്നവർക്ക് ഒരു n-1 ഇൻറ്റു അല്ലേ n×n-1 അങ്ങനെ ഒരു ഇതെടുത്താൽ നമുക്ക് പാപം എത്ര ഉണ്ടെന്ന് കിട്ടും, എത്ര നരകം ഉണ്ടെന്ന് കിട്ടും. എത്രയോ നരകങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടു നമ്മള് ഒരാളുടെ ഒന്ന് തുറിച്ചു നോക്കിയാൽ മതി. ഉച്ചയ്ക്ക് അങ്ങോട്ട് കയറി വരികയായിരുന്നു. ചോറ് കൊടുക്കാൻ മടിയല്ല, ഇപ്പൊ ഞാൻ വെക്കണമല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ ഒരു നരകം ഉണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മാർഗമാണ് പിന്നെ പറഞ്ഞത്, ഭഗവാന്റെ പോഷണം എന്നുള്ള ലീല. അപ്പൊ നമ്മള് ഇപ്പൊ എന്താണ് ഈ കഥ പറഞ്ഞു വന്നപ്പോ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സ് ശുദ്ധമാകാനുള്ള കഥകളാണ് ഇതെല്ലാം. ഇപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം നോക്കണം. അപ്പൊ പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചാൽ 1,000 രൂപ ഉണങ്ങിയ വീട്ടിലേക്ക് കൊടുത്തത് ഓം തസൽ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട പ്രായശ്ചിത്തം ആകില്ല. പിന്നെയോ പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയോച്യതേ തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം ഇതി സ്മൃതം. തെറ്റ് ചെയ്താല് ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് നിശ്ചയിച്ച് തപസ് ചെയ്യുന്നതിനാണ് പ്രായശ്ചിത്തം എന്ന് പറയുക. അപ്പൊ പ്രായശ്ചിത്തം കൊണ്ട്, അല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊണ്ട് എന്താണ് കുഞ്ഞര ശൗചവൽ, ആനയെ കുളിപ്പിക്കുന്ന പോലെയുള്ളത്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാസനയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ വാസനാക്ഷയമാണ് വരേണ്ടത്. എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, അർജുനൻ ചോദിച്ചു അഹ കേന പ്രയുക്തം പാപം ചരതി പുരുഷ, എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? അതിന് രജോ ഗുണം കൊണ്ടുണ്ടാണ്. കാമയേഷ ക്രോധയേഷ രജോഗുണ സമത്ഭവ. അപ്പൊ നമ്മൾ അതൊക്കെ വിടുകയാണ് വേണ്ടത്. ആ കാമം ക്രോധമൊക്കെ ത്യജിക്കണമെങ്കിൽ, വാസനാക്ഷയം വരണമെങ്കിൽ മനസ്സ് ശുദ്ധമാകുക വേണ്ടത്. അപ്പൊ മനസ്സ് ശുദ്ധമാകാനുള്ള കഥകളാണ് നമ്മൾ ഭാഗത്ത് കൂടെ കേൾക്കുക. ബാക്കി അജാമവർഷം ആചാര്യൻ തന്നെ പറയും, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.